ഹായ്. എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കൺസിസ്റ്റൻസി പ്രോബ്ലം. നമ്മൾ ഈ PSCക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വലിയ വലിയ തീരുമാനങ്ങളെടുക്കും. നമുക്ക് HSA ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പോവുകയാണ്, ഞാനങ്ങ് പഠിച്ചങ്ങ് എല്ലാം ശരിയാക്കും എന്നൊക്കെ ഇങ്ങനെ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷെ ഒന്നും ചെയ്യൂല. ഇത് പറ്റുന്ന പറഞ്ഞാൽ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഒന്നാണ്. പിന്നെ ഒന്ന് ഗോൾ കൃത്യമായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മൾ പലപ്പോഴും പലതിലായി നമ്മളെ ഫോക്കസ് ചെതറിപ്പോകുന്നു. ഡിസ്ട്രാക്ഷൻ ഞാൻ പറയുന്നില്ലേ, എൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മറികടക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കുകയാണ് ഒരു കൺസിസ്റ്റൻസി ചാലഞ്ച്. ഈ ചാലഞ്ച് ആസ് എ ഹോൾ പറയുകയാണെങ്കിൽ ഒരു 3 മാസത്തെ ചാലഞ്ചാണ്. പക്ഷെ ഞാനൊരു വീഡിയോ ആയിട്ട് ഒരു 30 ദിവസം സ്ട്രൈക്ക് കൊടുക്കുകയാണ്. 30 ദിവസം ഞാനിത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എന്നെക്കൂടി ബോധിപ്പിക്കാൻ, ഇത് കാണുന്ന പലരും കണ്ട് അവരും സ്വയം അനലൈസ് ചെയ്യാനും ഓരോ ദിവസം അവരും പഠിക്കാനും ഒരു പ്രചോദനമാവട്ടെ എന്നുള്ളൊരു രീതി കൂടിയുണ്ട്. ഞാൻ നോക്കുന്ന പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ സിലബസ് എടുത്ത് നോക്കി. ഇപ്പം ഞാൻ പലയിടത്തും എത്തിയിട്ടില്ല. നമ്മൾ ടൈം വളരെ കുറവാണ്. കിട്ടിയ ടൈം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ആ ഒരു സംഭവം അത് കൺസിസ്റ്റൻ്റായി പോയാലേ നമ്മൾ ഇന്ന സമയത്ത് ഇരുന്ന് പഠിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അല്ലാതെ കിട്ടുന്ന ആ സമയം ഈ സമയം അത് കുറച്ച് സമയം അവിടെ നമ്മളൊന്നും എത്തൂല. നമ്മളത് ബുക്ക് എടുക്കുമ്പോഴേക്കും സമയം തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, നമ്മൾ തലേന്ന് പ്ലാൻ ചെയ്യും, ഇന്ന് ഞാൻ ഇത്ര സംഭവങ്ങൾ നാളെ പഠിച്ച് തീർക്കും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ചാലഞ്ച്. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് ഇപ്പോൾ നാളെ ഇത്ര പാഠങ്ങൾ പഠിച്ചാൽ അന്നത്തെ ദിവസം രാത്രി എഴുതി വെക്കാം, ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സിലബസിൽ ടിക്ക് ചെയ്യുക. ഇതൊക്കെ നമുക്ക് കോൺഫിഡൻസ് കൂട്ടും, നമുക്ക് പോസിറ്റീവ് ആവും, നമ്മൾ പിന്നെയും മുന്നോട്ട് പോകും. ഇപ്പോൾ ഉള്ള സ്പീഡിൽ നിന്ന് ഒരു 2 ഇരട്ടി സ്പീഡ് മുന്നോട്ട് പോകും. എന്നാലേ 3 മാസം കൂടി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു തലയിലുണ്ടല്ലോ. അപ്പോൾ ഇത് സ്വയം എടുക്കുക. നമ്മളൊരു ഓൺലൈൻ കോച്ചിങ്ങിലൊക്കെ ചേർന്നാൽ അവർ ടൈം ടേബിളൊക്കെ തരുന്നുണ്ടാവും. പക്ഷെ നമ്മളത് ഫോളോ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അത് പലരും നേരിടുന്ന പ്രശ്നമാണ്. ഞാൻ നേരിടുന്ന മെയിൻ പ്രോബ്ലമാണ്. നമ്മൾ ചേരും, പക്ഷെ നമുക്ക് അവരത് ചിലപ്പോൾ ഇത് പറ്റുന്നുണ്ടാവില്ല. കാരണം ആ ദിവസം വേറെ എന്തെങ്കിലുമായിട്ട് ചിലപ്പോൾ സമയം കിട്ടില്ല. പിറ്റേന്നാകുമ്പോഴേക്കും നമ്മൾ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് ഈ ഒരു ചാലഞ്ചിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് അനലൈസ് ചെയ്യാനാണ്. നാളെ മുതൽ ഇപ്പോൾ ഇന്ന 2 ടോപ്പിക്കാണെങ്കിൽ ആ ടോപ്പിക്ക് വെറും പഠിക്കുകയല്ല, അതിൽ ക്വസ്റ്റ്യൻസ് മാക്സിമം കണ്ടുപിടിച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. കാരണം ക്വസ്റ്റ്യൻസിലാണ് കാര്യങ്ങൾ. കഴിഞ്ഞ തവണ എക്സാം എഴുതിയത് വെച്ച് ഞാൻ പറയുകയാണ്, എനിക്ക് PSC ആ റാങ്ക് ലിസ്റ്റിൽ വരാൻ കാരണമായ ഒരു മെയിൻ പോസിറ്റീവ് തിങ് എന്ന് പറയുന്നത്, ഞാൻ ക്വസ്റ്റ്യൻസ് കുറേ നോക്കി ലാസ്റ്റ് എക്സാമിന് കുറച്ച് മുമ്പ്. അപ്പോൾ ചലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നാളെ മുതൽ.